ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി യോജിപ്പിച്ച് വെക്കുന്നു. നമ്മൾ ഇത് തിളപ്പിക്കാൻ വെക്കാണ്ട ചെമ്മീൻ വേവിക്കാൻ. നമ്മൾ ചെമ്മീൻ്റെ അത്ര നല്ല വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ചെമ്മീൻ വേവുമ്പോൾ അതിൽ നിന്ന് നല്ലതായി വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ വെള്ളം ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ കുറച്ച് വിഷയമായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 ട്രിപ്പായിട്ടാട്ടോ വറുത്തെടുക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് നന്നായി മൊരിയിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ്. അതൊക്കെ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ചെറുതായൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ക്രഷറിലിട്ടിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചെമ്മീൻ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്തിരി വലിയ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കോരിയിട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ചെമ്മീനിൻ്റെ അടുത്ത ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചാറിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവും. പിന്നെ നമ്മളൊരു 2 സ്പൂണൊക്കെ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 2 ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ചെമ്മീൻ നന്നായി മൊരിഞ്ഞു വന്നിട്ട് അതും നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചീൻചട്ടിയിൽ തന്നെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. നന്നായിട്ട് കരിയാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അത് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടിയൊക്കെ ചേർക്കുന്ന ടൈമിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ നമ്മുടെ ചെമ്മീനും കൂടെ തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഒരു അടിപൊളി ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചാറ് നിങ്ങൾ നോക്കേണ്ടത് കുറച്ചും കൂടി കഴിയുമ്പോൾ അത് പറ്റും ചെമ്മീനിക്കെല്ലാം പിടിക്കുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ.